ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിച്ച വലിയ കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഇന്ന് വചന ശുശ്രൂഷയുടെ മുമ്പിൽ നമുക്ക് ഏകാഗ്രതയോടുകൂടെ ഇരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെറിയ മെസ്സേജാണ്. യാക്കോബിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ അപ്പോസ്തലനായ യാക്കോബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? വാട്ട് ഈസ് യുവർ ലൈഫ്? ഈ ചോദ്യത്തിന് ഉത്തരവും അപ്പോസ്തലനായ യാക്കോബ് ആ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്. യാക്കോബ് ഈ ലേഖനം എഴുതുന്നത് സ്തെഫാനോസിൻ്റെ പീഡനം കാലഘട്ടത്തിന് ശേഷം ചിതറിപ്പോയ വിശുദ്ധന്മാർ അവരോടെയായി ഇരുന്ന് ആരാധിക്കുന്ന സമയത്ത് അവർക്കുള്ള ഒരു ലേഖനമായിട്ടാണ് യാക്കോബ് അപ്പോസ്തലൻ ഇത് എഴുതുന്നത്. യാക്കോബ് ഈ ലേഖനം എഴുതുമ്പോൾ ആദ്യ ഭാഗത്ത് പറയാണ് ക്രിസ്തുയേശുവിൻ്റെ ദാസനായ യാക്കോബ്. വാസ്തവത്തിൽ ഈ യാക്കോബ് യേശു ക്രിസ്തുവിൻ്റെ അർത്ഥ സഹോദരനായിരുന്നു. ഹി വാസ് ദ ഹാഫ് ബ്രദർ ഓഫ് ജീസസ്. കാരണം കന്യമറിയാമിൽ യേശു പരിശുദ്ധാത്മാവിനാൽ പൂജാതനായതിനു ശേഷം അവൾ ഗർഭിണിയായി. അവളുടെ പ്രസവം വരെ യോസേഫ് അവളെ പരിഗ്രഹിച്ചില്ല എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതിനുശേഷം യോസേഫ് അവളെ തൻ്റെ സ്വന്തം ഭാര്യയായി ചേർത്തുകൊണ്ടു. അങ്ങനെ മറിയയ്ക്ക് യോസേഫിൽ യാക്കോബ്, യോസെ, യൂദാ, ശീമോൻ ഈ 4 ആൺമക്കളും വേറെ സഹോദരിമാരും ഉണ്ടായി എന്ന് വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവിന് വേറെ അർത്ഥ സഹോദരന്മാരുണ്ടായിരുന്നു. ലോകപ്രകാരമുള്ള അർത്ഥ സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായിരുന്നു. അല്ലാതെ യേശുക്രിസ്തു മാത്രമല്ല കന്യമറിയാമനുണ്ടായിരുന്നത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര എടുത്തു പറയുന്നതെന്ന് ചോദിച്ചാൽ, ചിലർ അങ്ങനെ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. കന്യമറിയാമൻ്റെ അപ്രമാദിത്വത്തെയൊക്കെ ഉയർത്തി കാട്ടേണ്ടതിന് വേണ്ടിയിട്ട്, അവരുടെ ദൈവത്വത്തെയൊക്കെ മഹത്വീകരിക്കേണ്ടതിന് വേണ്ടിയിട്ട് അങ്ങനെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ചില കൂട്ടരുണ്ട്. പക്ഷെ അത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അത് വ്യക്തമായി പറയാനായിട്ട് ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം അതല്ല. അതുകൊണ്ട് ചിന്താ വിഷയത്തിലേക്ക് വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വാട്ട് ഈസ് യുവർ ലൈഫ്? നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളതാണ്? അങ്ങനെ നമ്മുടെ ജീവൻ എങ്ങനെയുള്ളതാണെന്നുള്ളതിനെ കുറിച്ച് ചോദ്യം ചോദിക്കുകയും അപ്പോസ്തലനായ യാക്കോബ് തന്നെ അതിനെ നൽകുന്നതായുള്ള മറുപടിയും നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അപ്പോസ്തലനായ 14-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ഞാൻ അതിനിങ്ങനെ ഒരു ഹെഡിങ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇറ്റ് ഈസ് പാസിങ്. നമ്മുടെ ജീവിതം വളരെ കടന്നു പോകുന്ന ഒരു നിഴൽ പോലെയാണ്, ആവി പോലെയാണ്. ഇത് വ്യക്തമായി വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് വചനം പഠിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവൻ എത്രയോ നൈമിഷികമാണ്. നമ്മളൊക്കെ ഏത് സമയത്ത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമെന്നുള്ളത് ആർക്കും പ്രവചിക്കാനായിട്ട് സാധ്യമല്ല. പണ്ടൊക്കെ വാർദ്ധക്യത്തിലെത്തി പ്രായത്തിൻ്റെ ക്ഷീണതയിലും പലവിധമായ രോഗത്തിൻ്റെ അവസ്ഥയിൽ കൂടെയൊക്കെ കടന്നുപോയാണ് ആളുകൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് പെട്ടെന്നുള്ള മരണങ്ങൾ വളരെ വളരെ വർദ്ധിക്കുകയാണ്. ആർക്കും അവരുടെ ജീവിതത്തെക്കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള ഒരവസ്ഥ. ഈ അടുത്ത സമയത്ത് ന്യൂസ് പേപ്പറിൽ ഞാൻ വായിച്ചതായിട്ടുള്ള ഒരു ന്യൂസ് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഒരു യുവ കാർഡിയോളജിസ്റ്റ് മദ്രാസ് മെഡിക്കൽ കോളേജിൽ താൻ രോഗികളെ പരിശോധിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് റൗണ്ട്സ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ കുഴഞ്ഞു വീണ് മരിച്ചു എന്നാണ് ഞാൻ വായിക്കാനായിട്ടിടെ. എത്രയോ പേരുടെ ജീവിതങ്ങൾ ഹാർട്ട് അറ്റാക്ക് വന്നതാളുടെ രോഗികളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന ആളുടെ മനുഷ്യൻ. പക്ഷെ സ്വന്തം ജീവിതത്തെ കുറിച്ച് അദ്ദേഹത്തിനൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അതുമാത്രമാണോ, എത്രയോ പേപ്പറിൽ എടുത്താൽ, മനോരമ പേപ്പറാണെങ്കിലും ഏത് പേപ്പർ എടുത്താലും എല്ലാ ദിവസങ്ങളിലും എത്രയോ റോഡ് ആക്സിഡൻസിൽ എത്രയോ ജീവിതങ്ങളാണ് പൊലിയുന്നത്. പ്രത്യേകിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ എയർപോർട്ടിൽ കൊണ്ടുവിട്ട് സന്തോഷത്തോടെ അവരെ യാത്രയാക്കിയിട്ട് മടങ്ങി വരുന്ന എത്രയോ പ്രിയപ്പെട്ടവരാണ് അവരുടെ ഭവനത്തിൽ എത്തുന്നതിന് മുമ്പ് റോഡ് ആക്സിഡൻറ്റിൽ റോഡിൽ പൊലിയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവൻ എത്ര നൈമിഷികമാണ്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ദൈവമേ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ നീ ഞങ്ങളെ ഉപദേശിക്കണമേ. അതുകൊണ്ട് ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ എത്ര പ്രഗത്ഭന്മാരായിരുന്നാലും, എത്ര വിദ്യാഭ്യാസമുള്ളവരായിരുന്നാലും, എത്ര സമ്പന്നന്മാരായിരുന്നാലും, എത്രമാത്രം ഡോക്ടേഴ്സ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും നാം ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ജീവിതം വളരെ നൈമിഷികമാണ്.
നമുക്ക് ആർക്കും നമ്മുടെ ജീവനെ പിടിച്ചു നിർത്താനായിട്ട് സാധ്യമല്ല പ്രിയമുള്ളവരെ. മെഡിക്കൽ സയൻസ് എത്രയോ ഡെവലപ്ഡായി, എന്തുമാത്രം അഡ്വാൻസ്ഡായി, മെഡിസിൻസും നമുക്കുള്ള രോഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഉപകരണങ്ങളൊക്കെ എത്രയോ വർദ്ധിച്ചിട്ടും ഇന്നും മനുഷ്യന്റെ പിടിയിൽ ഒതുങ്ങാത്ത ഒന്നാണ് മരണമെന്ന് പറയുന്നത്. കാരണം മരണത്തെ ഒരുപക്ഷെ അവന് വെന്റിലേറ്ററിൽ ഇട്ട ഡോക്ടേഴ്സിന് കുറച്ച് ദിവസമൊക്കെ നീട്ടാൻ കഴിയുന്നു വരും, പക്ഷേ മരണത്തെ അവന് പിടിച്ചു നിൽക്കാനായിട്ട് സാധ്യമല്ല. ഈ ഒരു സത്യം എൻ്റെ കേൾവിക്കാരായ പ്രിയപ്പെട്ടവര് ഒന്ന് മനസ്സിലാക്കിയിരുന്നില്ല ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതം നാം കണ്ടു, ഇറ്റ് ഈസ് സോ പാസിങ്. അത് വളരെ നൈമിഷികമാണ്. ദൈവവചനം പഠിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. രണ്ടാമതായിട്ട് ഇതിന് ഞാൻ നൽകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് വചനത്തിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ ജീവൻ വളരെ വിലയേറിയതാണ്. പ്രത്യേകിച്ച് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാണ്. വി ആർ സോ പ്രഷ്യസ് ഫോർ അവർ ലോർഡ്. നമ്മുടെ കർത്താവിന് നമ്മൾ വളരെ വിലയുള്ളവരാണ് പ്രിയമുള്ളത്. കാരണം അവൻ തൻ്റെ സ്വന്തം കൈകൊണ്ട് നമ്മളെ മെനഞ്ഞതാണ്. മറ്റുള്ള സൃഷ്ടികളൊക്കെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ, ദൈവം ഉളവാക്കിയപ്പോൾ എന്നെയും നിങ്ങളെയും സ്വന്തം കൈകൊണ്ട് മെനഞ്ഞ് നമ്മുടെ മൂക്കിൽ ജീവശ്വാസം ഊതി നമുക്ക് ജീവൻ തന്നതാണ് നമ്മുടെ ദൈവം. തൻ്റെ സ്വന്തം കൈകൊണ്ട് മെനഞ്ഞവരാണ് നാം. അതൊരിക്കലും നമ്മൾ മറന്നു. അതുകൊണ്ടാണ് വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത്, നാം എത്ര പാവപ്പെട്ടവരാണെങ്കിലും വിദ്യാഭ്യാസമില്ലാത്തവരാണെങ്കിലും കഴിവില്ലാത്തവരാണെങ്കിലും ദരിദ്രരാണെങ്കിലും ധനവാന്മാരാണെങ്കിലും നമ്മളെല്ലാവരും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വി ആർ സോ പ്രേഷ്യസ് ഫോർ ഹിം. നാം അവന് വളരെ വിലയേറിയവർ മാത്രമല്ല, നമ്മൾ അവന് മാന്യരാണ്. ഈ സത്യം മറന്നു പോകരുത്. അനേകരും ഇന്ന് വലിയ ഡിപ്രഷനിലേക്കൊക്കെ പോകും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സമൂഹം അവരെ അംഗീകരിക്കുന്നില്ല, വീട്ടുകാരവരെ അംഗീകരിക്കുന്നില്ല, അവരവരെ സ്നേഹിക്കുന്നില്ല. ഇതിങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ മതിച്ച് അവസാനം ഡിപ്രഷനിലും സൂയിസൈഡിലേക്കൊക്കെ പോകുന്ന അനേക യൗവന തലമുറയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന യൗവനക്കാരാ, പ്രായമുള്ളവരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങളുടെ ജീവൻ വളരെ നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവൻ വളരെ വിലയുള്ളതാണെന്നുള്ള സത്യം മറന്നു പോകരുത്. വീണ്ടും യെശയ്യാപ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം ഞാൻ വായിക്കുന്നു, ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഞാൻ നിന്നെ, അത് കുറച്ചുകൂടെ ആഴത്തിൽ പിന്നെയും പറയാണ്, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കരങ്ങളിൽ വരച്ചിരിക്കുന്നു. ഐ ഹാവ് എൻഗ്രേവ്ഡ് യു ഇൻ മൈ പാംസ്. നമ്മുടെ കരങ്ങളിൽ, ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ വരച്ചിരിക്കുക. നമുക്കറിയാം, നമ്മുടെ കയ്യിലുള്ള ഈ വരകള് ഒന്നും തന്നെ നമുക്ക് പിടിച്ചു പറിക്കാൻ പറ്റത്തില്ല, മാന്തി പറിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് എൻഗ്രേവ്ഡാ, നമുക്ക് കാണാം, പക്ഷേ അതിന് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ദൈവം വ്യക്തമായി പറയാണ്, ഞാൻ നിങ്ങളെ എൻ്റെ ഉള്ളം കരങ്ങളിലാണ് വരച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിൽ. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യത്തിൽ കർത്താവ് പറയാണ്, നിങ്ങളെ ഞാൻ എൻ്റെ ഉള്ളം കരങ്ങളിൽ വരച്ചിരിക്കുന്നെന്ന് മാത്രമല്ല, എൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ പിടിച്ചു പറിപ്പാനായിട്ട് ആർക്കും കഴിയില്ല എന്നുള്ള സത്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ വിലയേറിയവരാണ്. 139-ാം സങ്കീർത്തനത്തിന്റെ 13-14 വാക്യങ്ങൾ നാം വായിക്കുന്നു, അവൻ നമ്മെ ഭയങ്കരവും അതിശയരമായി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മുടെ ഉദരത്തിൽ അവൻ നമ്മളെ സൃഷ്ടിച്ചു, ആരും അറിയാതിരിക്കാൻ നമ്മളെ പേർ ചൊല്ലി വിളിച്ചു എന്ന് 119-ാം സങ്കീർത്തനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഭയങ്കരവും അതിശയരമായി നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ നമ്മളെ മെടഞ്ഞവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ സത്യം ദൈവമാണ്. ഈ സത്യം നമ്മൾ മറന്നു പോകരുത്. ഈയിടെ ഒരു പീഡിയാട്രിക് സർജറി ഒക്കെ കുഞ്ഞുങ്ങളുടെ ഹാർട്ട് സർജറി നടത്തുന്ന ഒരു പീഡിയാട്രിക് കാർഡിയോളജി സർജൻ, അദ്ദേഹം പറഞ്ഞു, കുഞ്ഞുങ്ങളുടെ ഹാർട്ട് എന്ന് പറയുന്നത് ഒരു വിരലിൻ്റെ നഖത്തിൻ്റെ അത്രയും പോലുമില്ല. അങ്ങനെയുള്ള ഹാർട്ടിൻ്റെ സർജറി നടത്തുന്ന ആൾ അദ്ദേഹം പറയുമായിരുന്നു, ഈ 119-ാം സങ്കീർത്തനത്തിന് ഇംഗ്ലീഷ് വേർഷൻ അദ്ദേഹം പറയുമായിരുന്നു, യു ഹാവ് സ്റ്റിച്ച്ഡ് മീ ഇൻ മൈ മദേഴ്സ് വൂംബ്. എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നീ എന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞതിന് ഭയങ്കര അർത്ഥമുണ്ട്. കാരണം ഒരു തുണി ഒന്നുമില്ലാത്ത വെറും ഒരു തുണി കഷ്ണം എടുത്ത് ഒരു തയ്യക്കാരന് അതെടുത്ത് മനോഹരമായി സ്റ്റിച്ച് ചെയ്ത് ഒരു ഭംഗിയുള്ള വസ്ത്രമായി മാറ്റുന്നത് പോലെ
ദൈവം എന്നെയും നിങ്ങളെയും സ്റ്റിച്ച് ചെയ്ത് എൻ്റെയും നിങ്ങളുടെയും അമ്മയുടെ ഗർഭത്തിൽ അവൻ വെച്ചതാണ് പ്രിയമുള്ളവരെ. അങ്ങനെയാണെങ്കിൽ അത്ര കെയർഫുള്ളായി അവൻ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചെങ്കിൽ അവൻ എന്നെയും നിങ്ങളെയും കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. അവന് എന്നെയും നിങ്ങളെയും കുറിച്ച് ഒരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. അതൊരു പക്ഷേ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം, നിന്റെ ഭവനക്കാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം, നിന്റെ സഹോദരന്മാർക്കോ സഹോദരിമാർക്കോ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷേ നിന്നെ സൃഷ്ടിച്ച് നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ ഭയങ്കര പ്രതീക്ഷകരമായി സൃഷ്ടിച്ച വലിയവനായുള്ള ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അവന് നിന്നെ ആവശ്യമുണ്ട്. മറ്റാർക്കും നിന്നെ ആവശ്യമില്ലെങ്കിലും ഈ കർത്താവിന് നിന്നെ ആവശ്യമുണ്ടെന്നുള്ള സത്യം നീ മറന്നു പോകരുത്. അതുകൊണ്ട് രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതം വളരെ വിലയുള്ളതാണ്. നമുക്കാർക്കും നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാനായിട്ട് അവകാശമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും നിങ്ങൾ ചെയ്യരുത്. താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ ജീവൻ വളരെ വിലയുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്താൽ ദൈവം അത് മനോഹരമായ പാത്രമാക്കി തീർക്കും. ഞാൻ ഒരിക്കൽ ഒരു വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് ആ വീടിന്റെ മുന്നിൽ എഴുതി വെച്ചേക്കുന്ന ഒരു ഇപ്രകാരം എഴുതി വെച്ചേക്കും ഞാൻ കണ്ടു: Give the broken pieces of your life into the master's hand. He will make a beautiful masterpiece out of it. നിന്റെ ജീവിതത്തിന്റെ തകർന്നതായുള്ള കല്ലുകൾ നിന്റെ യജമാനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ നിന്റെ തകർന്ന ജീവിതത്തിന്റെ തകർന്നു പോയ എല്ലാ കല്ലുകളും ചേർത്ത് വെച്ച് അവൻ അതുകൊണ്ട് വളരെ മനോഹരമായ ഒരു പാത്രമാക്കി, ഒരു വലിയ മനോഹരമായ സ്ട്രക്ചറാക്കി അവൻ അതിനെ രൂപാന്തരപ്പെടുത്തുമെന്ന് എഴുതി വെച്ചു. അതിൻ്റെ കൂടെ താഴെ വേറൊരു ഇങ്ങോട്ട് എഴുതി, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു എഞ്ചിനീയർ ആയിട്ടുള്ള മനുഷ്യനാണ് എഴുതി വെച്ചത്. അതിൻ്റെ അടിയിൽ എഴുതി വെച്ചേക്കാണ്: ബട്ട് ഗീവ് ഓൾ ദ പീസസ് ഓഫ് യുവർ ലൈഫ്. നിന്റെ ജീവിതത്തിന്റെ തകർന്ന അവസ്ഥകൾ മുഴുവനായിട്ട് ദൈവകാര്യങ്ങൾ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ, if you make a complete surrender of your life into the master's hands, he will take you and he will make a beautiful masterpiece out of it. You will become a great and powerful man used by the Lord. പ്രിയമുള്ളവരെ, ഞാനിത് വെറുതെ പറയുന്നതല്ല, ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് പറയുകയാണ്. ആരും അറിയാതെ ഒരു സകലരാലും തള്ളപ്പെട്ട എത്രയോ പേരെയാണ് ദൈവം ഉയർത്തി അനേകരുടെ രൂപാന്തരത്തിന്, അനേകരുടെ മാനസാന്തരത്തിന്, അനേകരുടെ ദൈവകൃപയിലേക്ക് നടത്തുവാൻ, അനേകർക്ക് വിടുതൽ നൽകാൻ ദൈവം ഇന്നും ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ മറന്നുപോകരുത്. വില്യം ഗേറിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇംഗ്ലണ്ടിലെ തെരുവീതിയിൽ ഇരുന്ന ആളുടെ ഒരു ചെരുപ്പൂത്തിയ ആളുടെ മനുഷ്യൻ. പക്ഷെ ദൈവം തന്നെ വിളിച്ചു, ഇന്ത്യയിലേക്ക് അയച്ചു. എത്രയോ ഭാഷകളിലേക്ക് അവൻ ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്തു. എത്ര വലിയ സറാംബർ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. വെറും ചെരുപ്പൂത്തിയായിട്ടൊരു മനുഷ്യൻ. പ്രിയമുള്ളവരെ, ചെരുപ്പൂത്തിയായിട്ടുള്ള മനുഷ്യൻ തന്റെ ജീവിതത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം അവനെ എടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ച് അനേകർക്ക് അനുഗ്രഹമായി, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിലേക്ക് കടന്നു വന്ന് വിവിധ ഭാഷകളിലേക്ക് വേദപുസ്തകം തർജ്ജമ ചെയ്ത് അത് പ്രിന്റ് ചെയ്യാൻ ഒക്കെ ദൈവം ആ വലിയ മനുഷ്യനെ ഉപയോഗിച്ചു. ഇതാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നിന്റെ ജീവിതത്തെ നീ നശിപ്പിക്കരുത്. നിന്റെ ജീവിതം വളരെ വിലയേറിയതാണെന്ന്, നിന്റെ സൃഷ്ടാവിന് നിന്നെക്കുറിച്ച് ഒരാവശ്യമുണ്ട്, നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ടെന്ന് മനസ്സിലാക്കി നിന്റെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ കടന്നു പോകുന്ന ജീവിതം, നമ്മുടെ ഈ വിലയേറിയ ജീവിതം, ഇറ്റ് ഈസ് പർച്ചേസ്. അത് ഒരുവൻ വിലയ്ക്ക് വാങ്ങിയതാണ്. ഞാനൊരു ഭാഗം വായിച്ചു കൊള്ളട്ടെ. പത്രോസിന്റെ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പത്രോസ് 1:18 വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളുടെ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായിട്ടുള്ള കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. നിങ്ങളെ ഒരുവൻ വീണ്ടെടുത്തിരിക്കുകയാണ്. somebody has redeemed you, somebody has purchased you. എന്തുകൊടുത്തവൻ വിലയ്ക്ക് വാങ്ങിച്ചത്? സ്വന്തം രക്തം, പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായുള്ള കുഞ്ഞാടിന്റെ വലിയൊരു രക്തത്താൽ ദൈവം എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങിയതാണ്. എന്താ അതിന്റെ അർത്ഥം? ഞാൻ ഒന്നല്പം വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പാപമുഖാന്തരം നഷ്ടപ്പെട്ടു പോയ മനുഷ്യവർഗം, ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യവർഗം, ദൈവ തേജസ് നഷ്ടപ്പെട്ടതാണ് മനുഷ്യവർഗത്തെ തേടി
ദൈവം തന്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് മനുഷ്യരൂപമെടുത്ത് അവൻ ഈ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ അവൻ മനുഷ്യരൂപമെടുത്ത് ഈ ലോകത്തിലേക്ക് വന്നു. 33 വർഷം ഈ ലോകത്തിൽ അവൻ ജീവിച്ചു. തന്റെ അവസാനത്തെ ജീവിത കാലഘട്ടത്തിൽ 3.5 വർഷക്കാലം അനേക രോഗികളെ അവൻ സൗഖ്യമാക്കി. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ പ്രവർത്തിച്ചു. സുവിശേഷം അനേകർക്ക് പകർന്നു കൊടുത്തു. അതിനുശേഷം എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായി, എന്റെയും നിങ്ങളെയും പാപത്തിന് അടിമയായി പോയ, പാപത്തിന് വിൽക്കപ്പെട്ട പിശാചിന്റെ അടിമകളായി പോയ എന്നെയും നിങ്ങളെയും അവന്റെ കയ്യിൽ, പിശാചിന്റെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വാങ്ങേണ്ടതിന് സ്വന്തം രക്തം നമുക്ക് വേണ്ടി അവൻ കാൽവറിയിൽ ഊറ്റിത്തന്നു. പ്രിയമുള്ളവരെ, ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന് ഇവൻ നീതിമാനെന്ന് അവനെ വിസ്തരിച്ചതാളുടെ കോടതികളൊക്കെ പ്രഖ്യാപിച്ചു. അവന്റെ കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാർ പറഞ്ഞു, ഇവൻ നീതിമാൻ, ഇവൻ എത്രയോ വിശുദ്ധനാളുടെ മനുഷ്യൻ. ഒരു കള്ളൻ അവനോട് പറഞ്ഞു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമെന്ന്. പ്രിയമുള്ളവരെ, അപ്രകാരം ഒരു പാപവും ചെയ്തിട്ടില്ലാത്തവൻ, ഈ ലോകത്തിന്റെ ഒരു കോടതിക്കും കുറ്റം കണ്ടുപിടിക്കാൻ കഴിയാത്തവൻ, എന്റെയും നിങ്ങളുടെ പാപങ്ങളെ തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കാൽവറയിൽ 3 ആണിമേൽ അവൻ തൂക്കപ്പെട്ടു. അവസാനത്തെ തുള്ളി രക്തം വരെയും അവൻ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഊറ്റിത്തന്നു. അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ചു. അവന്റെ വിലാപ്പുറം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കുത്തി തുളയ്ക്കപ്പെട്ടു. പ്രിയമുള്ളവർ, അവന്റെ കൈകളിലും കാലുകളിലും മാരകമായ ആണിയാൽ അടിക്കപ്പെട്ടു. എന്തിനു വേണ്ടി? എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായി. പക്ഷെ അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ക്രൂശിനോ മരണത്തിനോ യേശു ക്രിസ്തുവിനെ പിടിച്ചു വെക്കാനായിട്ട് കഴിഞ്ഞില്ല. 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ഒരു സത്യം നമ്മൾ ഓർക്കണം. നമ്മുടെ ജീവൻ നമുക്കുള്ളതല്ല. നമ്മുടെ ജീവൻ ഒരുവൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ഒരുവൻ നമ്മുടെ ജീവൻ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ ഇത് നമ്മൾ നമുക്കുള്ളവരല്ല, വിലയ്ക്ക് വാങ്ങിയവനുള്ളവരാണ്. ഈ സത്യം നമ്മൾ മറന്നുപോകും. ഞാനൊരു ലളിതമായ ഒരു കഥ, ഒരു നടന്ന സംഭവം കൂടെ പറഞ്ഞ് എൻ്റെ ഈ ചെറു പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരപ്പനും മകനും അവര് കടൽ തീരത്താണ് താമസിച്ചിരുന്നത്. ആ കടൽ തീരത്ത് എല്ലാ ദിവസവും ഈ അപ്പനും മകനും കൂടെ ഇങ്ങനെ വൈകുന്നേരമാകുമ്പോൾ ബീച്ചിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും. അപ്പം ഈ കടലിൽ നിന്ന് തിരയടിക്കുമ്പോൾ പലവിധമായുള്ള വസ്തുക്കൾ ഇങ്ങനെ ആ കടലിൽ നിന്ന് തിരയിലേക്ക് കയറി വരും. ഞണ്ട്, കക്ക, മീന് ഇതൊക്കെ കയറി വരും. അപ്പം കുറച്ച് കഴിഞ്ഞ് ആ തിരമാല അങ്ങ് പുറകിലോട്ടങ്ങ് ഇറങ്ങി പോകുമ്പോൾ ഇതെല്ലാം അങ്ങ് വെള്ളത്തിലേക്ക് തിരികെ പോവുകയും ചെയ്യും. അപ്പം ഈ മോൻ ഇതിങ്ങനെ കണ്ട് രസിക്കുന്നത് കണ്ടപ്പോൾ പിതാവിനൊരു ഐഡിയ തോന്നി. പിതാവ് അവന് അവർ വെസ്റ്റേൺ കൺട്രിയിലാണ്. അപ്പോൾ ഒരു ചെറിയ കപ്പൽ ഉണ്ടാക്കത്തക്കവണ്ണമുള്ള സാധനങ്ങൾ എല്ലാം അവന് വാങ്ങിച്ചു. അവിടെയുള്ള പരിപാടിയെല്ലാം അങ്ങനെയാണല്ലോ, അല്ലാതെ ഈ കപ്പൽ നേരിട്ട് വാങ്ങിച്ചു കൊടുക്കത്തില്ല. കപ്പലിൻ്റെ എല്ലാ പാർട്സും ഒക്കെ അവിടെ എല്ലാ പാർട്സും കിട്ടും. എങ്ങനെയാണ് അത് അസംബിൾ ചെയ്യേണ്ടത് എന്നൊക്കെ ആ ബോക്സിനകത്ത് തന്നെ വ്യക്തമായ രൂപരേഖ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു കൊടുത്ത് ഈ മകൻ അതുകൊണ്ട് സ്വന്തം കൈ കൊണ്ട് തന്നെ അത് മനോഹരമായിട്ടുള്ള ഒരു ചെറിയ കപ്പലുണ്ടാക്കി. എന്നിട്ട് വൈകിട്ട് പിതാവിനോടൊപ്പം അവനെന്നും ഈ കടൽ തീരത്ത് പോകും. ഈ കടലിലെ തിരമാല വരുമ്പോൾ ഈ കപ്പൽ അതിനകത്ത് വെച്ച് ആ കപ്പൽ ഇങ്ങനെ ആ തിരമാലയിൽ ഇങ്ങനെ ആടി ഉലഞ്ഞ് താഴേക്കും പോകും. കുറച്ച് കഴിയുമ്പോൾ അടുത്ത തിരമാല വരുമ്പോൾ അത് വീണ്ടും കരയ്ക്ക് വരും. അങ്ങനെ ഇതിങ്ങനെ വരെ ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ മനോഹരമായിട്ട് ഇവർ ഈ കാഴ്ച എൻജോയ് ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുക. ഒരു ദിവസം ഈ വലിയൊരു തിരമാല വന്ന് ഇവൻ്റെ കപ്പൽ ആ വെള്ളത്തിനകത്തേക്ക് അങ്ങ് പോയി. ഈ ചെറു കപ്പൽ, ഇവനുണ്ടാക്കിയ കപ്പൽ. ഇവന് വളരെ വിഷമമായി. ഇവൻ അവിടെ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി. പിതാവ് പറഞ്ഞു, മോനെ, ഒരു രക്ഷയില്ല, അത് കടലിൽ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു. ഞാൻ നിനക്ക് വേണമെങ്കിൽ വേറൊരു കപ്പൽ വാങ്ങിച്ചു തരാമെന്ന്. അവൻ പറഞ്ഞു, വേണ്ട, എനിക്ക് അതേ കപ്പൽ തന്നെ കിട്ടണം, ഒരു നിവർത്തിയുമില്ല. പിതാവ് സങ്കടത്തോടെ പറഞ്ഞു, മോനെ, ഒരു നിവർത്തിയുമില്ല. അവൻ വളരെ കരഞ്ഞ് നിലവിളിച്ച് അപ്പൻ്റെ കൂടെ ഭവനത്തിലേക്ക് വന്നു. പിന്നീട് എല്ലാ ദിവസവും അവരെ കടൽ തീരത്ത് പിന്നെയും നടക്കും. അവൻ ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കും, തൻ്റെ കപ്പൽ എങ്ങാനും തിരമാലയിൽ അടിച്ചു വന്നിട്ടുണ്ടോ. പക്ഷെ ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല. പക്ഷെ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കടൽ തീരത്തോടെ നടക്കുമ്പോൾ ഒരു കടയിൽ ഇരിക്കുന്ന ഒരു ചെറിയ കപ്പൽ പെട്ടെന്ന് ഇവൻ്റെ ശ്രദ്ധ ആകർഷിച്ചു. അത് മനോഹരമായിട്ട് പെയിന്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഇവന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു ഇത് താൻ തന്നെ തൻ്റെ കൈകൊണ്ടുണ്ടാക്കിയതായിട്ടുള്ള ആ കപ്പലാണ്. അവൻ ഓടിച്ചെന്ന് കടക്കാരനോട് പറഞ്ഞു, അയ്യോ, ഇത് ഞാനുണ്ടാക്കിയ കപ്പലാണ്, എനിക്ക് കടലിൽ നഷ്ടപ്പെട്ടതാ, ഇതെൻ്റെ കപ്പല, എനിക്ക് തിരിച്ചു വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു, മോനെ, നിൻ്റെതാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, ഒരാളെ ഈ കടയിൽ കൊണ്ടു തന്നു, ഞാനത് വില കൊടുത്ത് വാങ്ങിച്ചതാണ്, എനിക്ക് ലാഭമൊന്നും വേണ്ട, ഞാൻ കൊടുത്ത വില നീ തരുമെങ്കിൽ ഞാൻ നിനക്ക് തന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മകൻ ഓടിച്ചെന്ന പിതാവിനോട് പറഞ്ഞു. പിതാവ് സന്തോഷത്തോടെ തൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തു കൊടുത്ത് ആ കപ്പൽ വാങ്ങിച്ച് ആ മോൻ്റെ കയ്യിലേക്ക് കൊടുത്തു.
മോൻ ആ കപ്പൽ വാങ്ങിച്ചിട്ട് അതിനെ ഒന്ന് ചുംബിച്ചിട്ട് അതിന് ഇപ്രകാരം ആ കപ്പലിനോട് പറഞ്ഞു, ഷിപ്പ് യു ആർ നൗ ടോയ്സ് മൈൻ. നീ ഇപ്പോൾ 2 പ്രാവശ്യം എൻ്റെ വകയാ. ഒന്ന്, ഞാൻ നിന്നെ എൻ്റെ കൈ കൊണ്ട് മെനഞ്ഞു. നീ വെള്ളത്തിൽ കടലിൽ എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ നഷ്ടപ്പെട്ടു പോയ നിന്നെ ഞാനിപ്പോൾ വില കൊടുത്ത് ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങിച്ചതുകൊണ്ട് നീ 2 പ്രാവശ്യം എൻ്റെ വകയാണെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ ഈ നടന്ന സംഭവം പറഞ്ഞെന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതം ഇതേപോലെയാണ്. നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ജീവിതത്തെ നമുക്ക് പിശാചിന്റെ കയ്യിൽ നിന്ന് തിരികെ പിടിച്ച് ദൈവത്തിൻ്റെ അവകാശത്തിലേക്ക് നമ്മെ മടക്കിക്കൊണ്ടുവരുവാൻ നമുക്ക് വേണ്ടി ഒരുവൻ കാൽവർ ക്രൂശിലാകമായി തീർന്നു. 3 ആണിമേൽ അവൻ തൂക്കപ്പെട്ടു. നീ അത് വിശ്വസിക്കുന്നു. കർത്താവേ, ഞാനൊരു പാപിയാകുന്ന മനുഷ്യനാകുന്നു. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവിടുത്തെ കാൽവർ ക്രൂശിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണം. അങ്ങ് എൻ്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നെന്ന് പറഞ്ഞാൽ ആ നിമിഷത്തിൽ യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിന്റെ ജീവിതത്തിൽ സമാധാനം തരും, സന്തോഷം തരും. അതുമാത്രമല്ല, മരണശേഷമുള്ള നിത്യജീവന് അവൻ നിന്നെ അവകാശിയാക്കി തീർക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഇതിനുവേണ്ടി നീ നേർച്ച കാഴ്ചകൾ കഴിക്കണ്ട. കുരിശും ചുമന്നുകൊണ്ട് മലകളെ നീ കയറണ്ട. നീ ഒന്നും ചെയ്യണ്ട. നീ പട്ടിണി കിടക്കണ്ട. ആകെ നീ ചെയ്യേണ്ടത് ആത്മാർത്ഥമായി നീ ഒരു പാപിയാണെന്ന് ദൈവസന്നിധിയിൽ സമ്മതിക്കണം. 2, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ നീ മരിക്കേണ്ട സ്ഥാനത്ത് നിനക്ക് വേണ്ടി മരിച്ചുവെന്നും അവൻ ഇന്നും ജീവിക്കുന്നുവെന്നും നീ വിശ്വസിച്ചുകൊണ്ട് ആ യേശു ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ അവൻ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരും. നിന്റെ സകല കഴിഞ്ഞകാല പാപങ്ങൾ നിന്നോട് ക്ഷമിച്ച് നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കും. അതിനുശേഷം അത് മാത്രമല്ല, മരണശേഷമുള്ള നിത്യജീവങ്ങളിലേക്ക് അവൻ നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഈ വലിയൊരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യാണ്. ഇതൊരു മതപ്രചരണമല്ല. ഇത് ഇങ്ങനെ പ്രചരിപ്പിച്ചതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടാനില്ല. ഞാൻ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന പോലെ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്ത ഒരു വ്യക്തിയാണ്. മാന്യമായി ജീവിക്കാൻ ദൈവം എനിക്ക് സർക്കാർ പെൻഷൻ തരുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ അനേക വർഷങ്ങൾക്ക് മുൻപ് എന്നെ രൂപാന്തരപ്പെടുത്തിയ ഒരു യേശുവുണ്ട്. എൻ്റെ ജീവിതത്തിന് അർത്ഥം തന്നൊരു യേശുവുണ്ട്. എൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യബോധം തന്നൊരു യേശുവുണ്ട്. എന്നെ മാനിച്ചുയർത്തിയ ഒരു ദൈവമുണ്ട്. ഇത് ഇന്നോളം എന്നെ നടത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളെ നടത്താൻ വിശ്വസ്തനാണ്. നിങ്ങൾക്ക് അവൻ മതിയായവനാണ്. അവൻ മുഖപക്ഷമുള്ളവനല്ല. അവൻ്റെ അടുക്കിലേക്ക് വരുന്ന സകലരെയും തൻ്റെ മാറോട് ചേർത്തണച്ച് അവരുടെ കുറവുകൾ അവരോട് ക്ഷമിച്ച് അവരെ പുതിയ സൃഷ്ടിയാക്കി സമൂഹത്തിനും കുടുംബത്തിനും എല്ലാവർക്കും ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി കൊള്ളാകുന്നവനായി നിങ്ങളെ മാറ്റുവാൻ അവൻ ശക്തനാണ്. അവൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.